ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടെ ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെയാണ് വള്ളംകളിക്ക് തുടക്കമാകുക. ശ്രീജിത്ത് ശ്രീകുമാരൻ ആറന്മുളയിലുണ്ട്. ആറന്മുളയിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പറയൂ. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് തൊട്ടപ്പുറത്ത് കുറെ പള്ളിയോടങ്ങൾ എത്തി നിൽക്കുന്നത് കാണാം. ഇടശ്ശേരിമല കിഴക്ക് അടക്കമുള്ള പള്ളിയോടങ്ങൾ ഈ അറ്റകുറ്റപ്പണികൾ, പള്ളിയോടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് അവർ അത് പൂർണ്ണമായ രീതിയിൽ നീറ്റിലേക്ക് അല്പസമയം മുൻപ് ഇറക്കി. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മുഴുവൻ പള്ളിയോടങ്ങളും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. കൃത്യം 1:30 മണിയോടുകൂടിയാണ് ജലഘോഷയാത്ര നടക്കുക. അതിനു മുൻപ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. ഈ പതാക ഉയർത്തൽ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്, പതാക ഉയർത്തുന്നത് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IAS ആണ്. അദ്ദേഹവും വിശിഷ്ടാതിഥികളും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. നമുക്ക് പുറകിലുള്ള ഈ വേദിയിലാണ് ആ പതാക ഉയർത്തൽ ചടങ്ങടക്കമുള്ള മറ്റ് ഉദ്ഘാടന ചടങ്ങടക്കം നടക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ, PA മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. 8ഓളം മന്ത്രിമാർ ഈ പരിപാടിയിൽ, ഈ ജലഘോഷയാത്രയിലും അതുപോലെ തന്നെ ഈ മത്സര വള്ളംകളിയിലും പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിനിധികളൊക്കെ അത്യന്തം ഉത്സാഹത്തോടു കൂടി തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. കൃഷ്ണകുമാർ ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹിയാണ്. ശ്രീ കൃഷ്ണകുമാർ, ഏതുവരെ ഒരുക്കങ്ങൾ? കൃത്യം 10 മണിക്ക് തന്നെ കാര്യങ്ങൾ തുടങ്ങില്ലേ? എല്ലാം നടന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കെടാവിളക്കുമായുള്ള ഘോഷയാത്ര എത്തിച്ചേർക്കുകയാണ്. ആ ദീപം നമ്മുടെ സ്റ്റേജിൽ തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ ഇത് തുടങ്ങും. അതിന് ശേഷം നമ്മുടെ ജില്ലാ കളക്ടർ പതാക ഉയർത്തും. പതാക ഉയർത്തുന്നതോടുകൂടി ഈ ജലമേളയ്ക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കും. 12 മണിയോടുകൂടി വിശിഷ്ടാതിഥികളെല്ലാം എത്തും. അവർക്ക് ഓണസദ്യ നൽകിയതിന് ശേഷം 1 മണിയോടുകൂടി ഭവനിലെത്തി ജലഘോഷയാത്രയും തുടർന്ന് മത്സര വള്ളംകളിയുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാം ഉഷാറാണ്. വെള്ളത്തിന് നല്ല പ്രാക്ടീസൊക്കെ കൂടിയിട്ടാണ് ഇത്തവണ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞു കേട്ടു. നല്ല പ്രാക്ടീസാണ്. പക്ഷേ പടിഞ്ഞാറൻ തുഴയിലെ ആൾക്കാരെ മൊത്തമായി കൂലിയുമായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അത് പാടില്ലല്ലോ, മറ്റു കരക്കാർ പാടില്ല എന്നുള്ളതല്ല. എടക്കുളം മുതൽ നമ്മുടെ ചെന്നിത്തല വരെയുള്ള 52 കരകളിൽ 2 ജില്ലകളായി കിടക്കുന്ന ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. ആ ദേശത്തെ ജനങ്ങളാണ് ഈ പള്ളിയോടത്തെ കയറി തൊഴേണ്ടത്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ആൾക്കാരെ വരാവുന്ന കർശന നിർദ്ദേശം പോലീസും പള്ളിയോട സഭാസംഘത്തിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ കണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തില്ലേ? മാറ്റി നിർത്തുകയും ചെയ്യും, അവർക്കുള്ള നടപടി എടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശക്തമായ നടപടി ഇപ്രാവശ്യം എടുക്കുകയും ചെയ്യും. വള്ളംകളി എന്നത് അതൊരു മത്സരം എന്ന രീതിയിലേക്ക്, ആചാരത്തിനപ്പുറത്തേക്ക് മത്സരം എന്ന രീതിയിലേക്ക് മാറിയിട്ട് കുറെ കാലമായി. പക്ഷേ അത് കൃത്യമായ രീതിയിൽ കരക്കാരും തമ്മിലുള്ള മത്സരമാക്കി മാറ്റണമെന്നൊരാവശ്യമാണ് ഇത്തരത്തിലുള്ള പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികളൊക്കെ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം അവർ ഉയർത്തുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ നേരത്തെ ശ്രീ കൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ കൃത്യം 1 മണിയോടുകൂടി തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷം 3 മണിയോടുകൂടി മത്സര വള്ളംകളി ആരംഭിക്കും. A, B ബാച്ചുകളിലായി 52 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. എന്തായാലും 52 പള്ളിയോടങ്ങൾ മത്സര വള്ളംകളിയിലില്ല. അത് ജലഘോഷയാത്രയിലാണ്. 49 പള്ളിയോടങ്ങൾ, അതിൽ 2 പള്ളിയോടങ്ങളെ 52-ൽ 2 പള്ളിയോടങ്ങളെ അയോഗ്യരാക്കിയിരുന്നു. ഒരു പള്ളിയോടം, ആ പള്ളിയോടത്തിലൊരാൾ ഈ സദ്യയുടെ ഭാഗമായി ഇവിടെ വന്ന സമയത്ത് മരിക്കുകയുണ്ടായി, വെള്ളത്തിൽ വീണ്. അതിന്റെ ഭാഗമായി അവർ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്യന്തം ആവേശകരമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. ആളുകൾ, വിദേശത്തു നിന്ന് അടക്കമുള്ള ടൂറിസ്റ്റുകൾ ഈ ജലമേള കാണാൻ അല്പസമയത്തിനകം തന്നെ അവരെല്ലാവരും തന്നെ ആറന്മുളയും പരിസരത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കെടാവിളക്കുമായി ഒരു ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരും. അത് കത്തിക്കും. അതിനുശേഷം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IAS പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് ജലഘോഷയാത്ര, 3 മണിയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന 52 പള്ളിയോടങ്ങളുടെ മത്സര വള്ളംകളി തുടങ്ങും. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. അമ്മയുടെ പൊതുയോഗം നാളെ നടക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് മോഹൻലാലുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം മോഹൻലാൽ അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം എല്ലാ ആഴ്ചയും പതിവായി നടക്കുന്ന ഒരു സൂം മീറ്റിംഗ് ഉണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ, അത് മാത്രമേ നടക്കൂ, അല്ലാതെ പൊതുയോഗം വിളിച്ചിട്ടില്ല എന്ന് മോഹൻലാലുമായി അടുത്ത കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നു.